ഒരു അസാധാരണത്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സാധാരണ മനുഷ്യനല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിയാണത്. ഒരു സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും വഹി ലഭിക്കൂല. വഹി ലഭിക്കുന്ന രൂപത്തെക്കുറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ 2-ാമത്തെ ഹദീസിൽ 2 രൂപത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു രൂപം മണിനാദം പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും. ആ മണിനാദം അവസാനിക്കുമ്പോഴേക്കും എന്താണ് കാര്യമെന്ന് അതിൽ നിന്ന് മനഃപ്പാടമാക്കും, ഹിഫ്ളാക്കും. 2-ാമത്തെ രൂപം മലക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരും. എന്നിട്ട് വഹി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതും തങ്ങൾ ഹിഫ്ളാക്കും. ഈ 2 രൂപത്തിലാണ് വഹി ഇറങ്ങാറ്. ഈ 2 രൂപത്തിലും ഒന്നുകിൽ മലക്ക് മനുഷ്യന്റെ സ്ഥാനത്തേക്ക് വരികയോ അല്ലെങ്കിൽ മനുഷ്യൻ മലക്കിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുകയോ ചെയ്യണം. മലക്കിൻ്റെ സ്ഥാനത്തേക്ക് ഉയരാൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ല എന്നത് വെറുതെ ചിന്തിച്ചാൽ തന്നെ ഏത് പൊട്ടൻക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണത്. അതുകൂടാതെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പല സന്ദർഭങ്ങളുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ മലക്കുകൾ ഭൂമിയിലേക്ക് വരും. ഇമാമിനോട് കൂടെ മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോൾ അത് മലക്കുകളോട് കൂടെയാകുമെന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇരുവശങ്ങളിലും മലക്കുകളുണ്ട്. ഈ ഒരു സന്ദർഭങ്ങളിലൊന്നും നമുക്കാർക്കും മലക്കുകളെ കാണാൻ സാധിക്കില്ല. കാരണം നാം സാധാരണ മനുഷ്യരാണ്. അത് മാത്രമല്ല, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ഓ ആയിഷ, നിനക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സലാം അടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടില്ല. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ കാണാത്ത പല കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാറുണ്ട്. അതുകൂടാതെ അമ്പിയാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത നുബുവത്താണ്. ഈ നുബുവത്ത് എന്നുള്ളത് ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ വിലായത്ത് എന്നുള്ളത് ഒരു വ്യക്തിയുടെ സൂക്ഷ്മത കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും വിലായത്തിൻ്റെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. നുബുവത്ത് അങ്ങനെയല്ല. നുബുവത്ത് മുക്തസബല്ല. അത് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. നുബുവത്ത് നബിമാരെ അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം കളിമണ്ണ് രൂപത്തിലായിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നബിയാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വഹാബി മൗദൂദി സിദ്ധാന്ത പ്രകാരം തൗഹീദിന്റെ ആശയം ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ശുദ്ധ അസംബന്ധവും അബദ്ധ ജഡിലവുമാണ്.